ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മൾ കൂർക്ക ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. എല്ലാവർക്കും കൂർക്ക എടുക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കതിന് 10 മിനിറ്റ് നേരം നമ്മൾ കൂർക്ക വെള്ളം ഒഴിച്ച് ഒരു കുട്ടി മുറത്തിലേക്ക് ഇട്ട് വെച്ചു. ഒരു മുറം മാത്രം മതി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാൻ. വെള്ളത്തിൽ കിടക്കുമ്പോൾ അത് കുറച്ച് തൊലിയെല്ലാം ഒന്ന് കുതിർന്ന് ഇതാവും. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഉരച്ച് വെള്ളം ഒഴിച്ച് കഴുകുക. അപ്പം അതിൻ്റെ തൊലി നന്നായിട്ട് ഇളകി വരും. നമ്മുടെ കയ്യിൽ കറയും പറ്റത്തില്ല, കറുത്തും ഇരിക്കത്തില്ല. അങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ ഇട്ട് ഇങ്ങനെ മുറത്തിലിട്ട് ഉരച്ച് കഴുകുക. കണ്ടോ, ചില ഭാഗങ്ങളിലെല്ലാം കട്ടി കൂടിയിരിക്കുന്നുണ്ടാവും. അത് ആ മരത്തിൻ്റെ സൈഡിലിട്ടൊന്ന് ചുമ്മാ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ച് കഴുകുക. അപ്പം നന്നായിട്ട് വൃത്തിയാവും. കുറച്ച് നേരം വെള്ളത്തിൽ ഇടണം. എനിക്കിന്ന് രാവിലെ ഞാൻ കൂർക്ക എന്നുള്ളത് മറന്നു പോയത് കൊണ്ട് വെള്ളത്തിൽ ഇടാൻ വിട്ടുപോയി. പെട്ടെന്ന് വെള്ളം ഒഴിച്ച് തന്നെ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം ഞാൻ ചെയ്യുന്ന മെതേഡെന്ന് വിചാരിച്ചാണ് കാണിച്ചിരിക്കുന്നത്. വെള്ളത്തിൽ നന്നായിട്ട് ഒരു അരമണിക്കൂർ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് പോകും. പിച്ചാത്തിയുടെ ആവശ്യമേ ഇല്ല നമുക്ക്. ഞങ്ങൾ പിച്ചാത്തി എന്നാണ് പറയുന്നത്, എല്ലാവരും കത്തി എന്നായിരിക്കും പറയുന്നത്. നന്നായിട്ട് ഉരച്ച് കഴുകുക. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രോത്സാഹിപ്പിക്കണം എന്ന് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബർ 500 അടുക്കാറായി. അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവരും. നോക്കിക്കേ എത്ര വൃത്തിയായിട്ടുണ്ടെന്ന് കണ്ടോ. പിന്നെ ചെറിയ ചെറിയ കുഴി പോലെയൊക്കെ ഉണ്ട്. അത് നമ്മൾ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് മാറ്റിയെടുക്കുക. മുറത്തിൽ അത്രയൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും വൃത്തിയായി കഴിഞ്ഞാൽ വളരെ ഈസിയല്ലേ. എല്ലാവരും കൂർക്ക ഒരുക്കുന്ന ബുദ്ധിമുട്ടെല്ലാം മറന്നേക്കൂ. നല്ല ഈസിയായ രീതിയിൽ എങ്ങനെ ചെയ്യാം. ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കൂർക്ക ഒരുക്കാൻ ഒരു മടിയുമില്ല. നല്ല ടേസ്റ്റിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്തൊക്കെയാണ് പറയൂ വിശേഷം? കണ്ടോ, നന്നായിട്ട് പോയില്ലേ എന്ന് കണ്ടോ. ഇനി കുറച്ചല്ലേ ഉള്ളൂ. അത് വീണ്ടും നമ്മൾ കുറച്ച് നേരം കൂടെ ഒന്ന് ട്രൈ ചെയ്യുക. കണ്ടോ, കഴുകുന്ന അനുസരിച്ച് പൊക്കോളും. പിന്നെ ഇടയ്ക്ക് മണ്ണോ ചെളിയുണ്ട്, പിച്ചത്തിയുടെ അറ്റം കൊണ്ട് അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക. അപ്പം നമ്മുടെ കൂർക്ക റെഡി ആയിക്കൊണ്ടിരിക്കുവാണേ. വളരെ ഈസി ആയിട്ടുള്ള ടിപ്പാണ്. കാണാൻ മറക്കരുത്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എല്ലാവരും ഫുൾ വീഡിയോ കാണുക. കണ്ടല്ലോ എത്ര പിടിയിൽ നമ്മൾ കൂർക്ക റെഡിയാക്കിയെടുത്തു. കണ്ടോ, അഥവാ എന്തെങ്കിലും സൈഡൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ കണ്ടല്ലോ കൂർക്കയുടെ ഈസി മെത്തേഡ്. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു ഗൈസ്. ബൈ ബൈ.